നമ്മളോടൊപ്പം കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിലെ ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന ശാസ്ത്രജ്ഞ ശ്രീമതി വി കെ മിനി ചേരുന്നുണ്ട്. ശ്രീമതി വി കെ മിനി, ഒരുപാട് പേർ നാളെ അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ കേരളത്തിലൊരു ശീലം പതിവായി മാറിയിട്ടുണ്ട്. മഴ വരുമ്പോൾ കുട്ടികൾക്ക് അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ നമുക്കറിയേണ്ടത് നാളെ എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്, എവിടെയൊക്കെയാണ് ശക്തമായ മഴ, റെഡ് അലേർട്ട് എവിടെയൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, എന്താണ് നാളത്തെ മഴയുടെ സാഹചര്യം? ഇന്ന് നമ്മൾ റെഡ് അലർട്ട് കൊടുത്തിരിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് വടക്കൻ ജില്ലകളാണ്. അത് അത്യന്തം കനത്ത മഴ, കനത്തതും അത്യന്തം കനത്തതുമായ മഴ കുറച്ച് സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ പെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തിരുന്നത്. ഇനിയും നാളത്തെ എന്ന് പറയുമ്പോൾ നാളെ ഏറ്റവും വടക്കൻ ജില്ലകളായ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് നമ്മൾ അലർട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ എടുക്കുക, അതിന് തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള അലർട്ടാണ്. ബാക്കി ജില്ലകളിൽ, തെക്കൻ ജില്ലകൾ ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളിൽ മഞ്ഞ അലർട്ടും കൊടുത്തിട്ടുണ്ട്. ശരി, ഈ കനത്ത മഴയുടെ ദിവസങ്ങൾ അത് ഇനി അങ്ങോട്ട് കുറയുകയാണോ ചെയ്യുന്നത്? മഴ കുറയാനാണോ സാധ്യത, അതോ മഴ കൂടാനാണോ സാധ്യത? ഇനിയും അടുത്ത 2 ദിവസം കൂടെ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനടുത്ത ദിവസങ്ങളിൽ മഴ കുറയാനാണ് സാധ്യത. പിന്നീട് ഞങ്ങളുടെ എക്സ്റ്റൻഡഡ് റേഞ്ച് ഫോർകാസ്റ്റ് അനുസരിച്ച് അടുത്ത ആഴ്ചയിൽ ഇതിലും കുറച്ച് മഴയും കൂടെ കുറയാൻ സാധ്യതയുണ്ട്. മഴ കുറയുക എന്നതുകൊണ്ട് നമ്മൾ അലർട്ട് കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള അലർട്ടിൽ ജാഗ്രതാ നിർദ്ദേശം അനുസരിച്ച് ജനങ്ങൾ അധികം ജാഗ്രത പുലർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സാധ്യതയിലേക്കാണ് അടുത്ത ആഴ്ചയിലേക്ക് നീങ്ങുന്നത്. എന്നിരുന്നാലും ഈ കാലവർഷ സമയത്ത് ഉണ്ടാകാവുന്ന മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ മഴ മാത്രമല്ല, കാറ്റ് വീശുവാനുമുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ അടുത്ത 2 ദിവസത്തേക്ക്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യം തന്നെയാണ്. അതുമല്ല, നമുക്ക് ഈ വർഷം 2 സ്പെല്ലായിട്ട് കനത്തതും അത്യന്തം കനത്തതുമായ മഴ ലഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഈ മണ്ണ് എല്ലാം കുതിർന്ന് കൂടുതൽ സാച്ചുറേറ്റഡ് ആയി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇനി ഒരു ചെറിയൊരു കാറ്റ് വന്നാലും, ശക്തമായിട്ടുള്ള കാറ്റിൽ തന്നെ അതിന്റെ ഏറ്റവും താഴത്തെ നിലയിലുള്ള ഒരു കാറ്റ് വന്നാൽ പോലും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, മരങ്ങൾ കടപുഴകി വീഴാനും അങ്ങനെയുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീമതി വി കെ മിനി, ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന്.